അങ്ങനെ പടവീടം വക്കീലും പാടമായി. അഡ്വക്കേറ്റ് സിദ്ധാർത്ഥനെ ആവിയായി പോയെന്ന് അപ്പച്ചി സന്തോഷിക്കണ്ട. അങ്ങനെ ആവിയായി പോകുന്ന ആളല്ല അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ. ഓ, തൽക്കാലം വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അതെ, എവിടാണെങ്കിലും ഞാൻ കണ്ടെത്തി ചെവിക്ക് പിടിച്ച് തിരികെ വീട്ടിൽ കൊണ്ടാക്കും. നിങ്ങൾ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിടാൻ പോകുന്നത്? സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ. ആ ചെറുപ്പക്കാരനെ മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. അത് മാത്രമാണ് ഒരു ഡോക്ടറുടെ കടമയും ഉത്തരവാദിത്വവും. ഇനി ശേഷിക്കുന്ന ജീവിതം അയാളുടേതാണ്. അത് അയാളുടെ ഇഷ്ടം പോലെ ജീവിച്ചു തീർക്കട്ടെ. എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയി തലയിട്ട് സ്വന്തം തലകളയുന്നത്? ഒരു ഡോക്ടർ രോഗി ബന്ധം മാത്രമല്ലല്ലോ ഡാഡി സിദ്ധുവിനോടുള്ളത്. ഒരർത്ഥത്തില് സിദ്ധുവിനോട് കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളല്ലേ. 1-2 രൂപയുടെ പേരിലല്ല, 50 ലക്ഷം രൂപയുടെ പേരില്. ആ പറഞ്ഞത് ശരിയാ. കാശിന്റെ കാര്യം വരുമ്പോ കടപ്പാടും അടിമത്തും ഒക്കെ ഉണ്ടാവും. അപ്പച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയുന്നതും ആഘോഷിക്കുന്നതും? എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഈ ഞങ്ങളെന്ന് പറഞ്ഞ് തീരുമാനം എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് നിന്റെ ഗ്രാഫ് താഴേക്ക് പോകാൻ തുടങ്ങിയത്. അത് നീ ഓർത്തോണം. ആ പിന്നെ നിന്നെ കൂട്ടുപിടിച്ചോടെ നിരഞ്ജനും പടിയിറങ്ങിക്കൊണ്ടിരിക്കുക. സർ, ഞാൻ സിദ്ധുവിനോട് കാണിക്കുന്നത് ഒരു മാനുഷിക പരിഗണന മാത്രം. സാറ് പറഞ്ഞ പോലെ ഒരു ഡോക്ടർക്ക് സ്വന്തം പേഷ്യന്റിനോടുള്ള കടമ. അയാളുടെ ശാരീരിക അവസ്ഥയെപ്പറ്റി മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. എന്നെക്കാളും മികച്ചൊരു ഡോക്ടറായ സാറിനും അറിയാം. ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിരഞ്ജന്റെയും നിരഞ്ജന്റെ ഭാര്യയുടെയും ഇഷ്ടം. എന്റെ മകളെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്നെ അനുസരിക്കാത്ത ഒരുവളെ എന്റെ മകളെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നാ പിന്നെ രണ്ടുപേരും കൂടെ പോയി വക്കീലെ കണ്ടുപിടിക്കാൻ നോക്ക്. സമയം കളയണ്ട. തണുത്ത വെള്ളം. അതിന് നിന്നോട് ഞാൻ തണുത്ത വെള്ളവും ചൂടുവെള്ളവും ഒന്നും ചോദിച്ചില്ലല്ലോ. എന്നാലും കണ്ടറിഞ്ഞു തരുന്നതല്ലേ ഒരു കൂടപ്പുറപ്പിന്റെ കടമ. കുടിച്ചോ? നല്ല പരവേഷം ഉണ്ടെന്ന് എനിക്കറിയാം. ഉള്ളിലെ കത്തലും നടങ്ങട്ടെ. എന്റെ കാഞ്ചനെ, എന്റെ ഉള്ളിൽ ഒരു കത്തലുമില്ല കുത്തലുമില്ല. അത് പിന്നെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? മകള് കൂടെ കൂടെ ധിക്കരിക്കുന്നതിന്റെ ദേഷ്യം, നിസ്സഹായത. നിങ്ങളുടെ നെഞ്ച് കൽക്കരി എഞ്ചിൻ പോലെ കത്തുന്നതേ എനിക്കറിയാം. ഇതിനാണ് കാലത്തിന്റെ തിരിച്ചടി എന്ന് പറയുന്നത്. രക്തം രക്തത്തെ തിരിച്ചറിയുന്നു. നിങ്ങള് എന്നോട് ചെയ്തതിന് അതേ നാണയത്തിലുള്ള തിരിച്ചടി. ജീവിതത്തിലെ എല്ലാ താളുകളും മറിച്ചു നോക്കിയേ കാലം കടന്നു പോകൂന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ. കാലത്തിനോട് ഞാൻ കണക്ക് പറഞ്ഞോളാം. അതോർത്ത് നീ വിഷമിക്കണ്ട. എന്തായാലും മകളോട് അവസാനം പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു. അനുസരിക്കാത്തവരെ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് ചേർത്ത് നിർത്തില്ല എന്നുള്ളത്. അതങ്ങനെ തന്നെയാ. അത് നിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും ഇനി അഥവാ നിരഞ്ജന്റെ കാര്യത്തിലായാലും. ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ. നിങ്ങളെ പോലെ ഒരു അതിബുദ്ധിമാൻ ചിന്തിക്കാത്ത കാര്യം. നീ കാര്യം പറയും. സിദ്ധാർത്ഥം വക്കീൽ ഇപ്പൊ കളിക്കുന്നത് വക്കീലിന്റെ കുറുക്കം ബുദ്ധി കൊണ്ടുള്ള കളിയാ. എന്ത് കളി? പറയാം, ചിന്തിച്ചു നോക്ക്. വക്കീലിന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന 50 ലക്ഷം രൂപ കിട്ടാനുള്ള കളി. അതിന്റെ പേരിൽ വീട്ടുകാരുടെ അറിവോടെ തന്നെ വക്കീല് മാറി നിൽക്കുന്നു. അതുകൊണ്ട് എന്താ മെച്ചം? മെച്ചമുണ്ട്.
വക്കീലിനെ കാണാതായെങ്കിൽ സ്വാഭാവികമായും സംശയിക്കപ്പെടുന്നത് ആരെയാ? നിങ്ങളെ, നിങ്ങളുടെ മകളെ, മരുമകനെ. 50 ലക്ഷത്തിന് കടപ്പെട്ടവരാണെന്ന് അവൾ ഇപ്പോഴും വിളിച്ചു കൂന്നത് കേട്ടില്ലായിരുന്നോ? കാശ് കൊടുക്കാതിരിക്കാൻ സിദ്ധാർത്ഥം വക്കീലിനെ നിങ്ങൾ ഇല്ലാതാക്കിയതാണെന്ന് വരെ കഥ വരും. നീ ഒന്ന് ചുമ്മാതിരിക്കുക ആന്റണി. ആ, ചുമ്മാതിരി സാമൂതിരി ഒന്നും അല്ല. ലൈറ്റ് വെച്ച വണ്ടികളെ വീട്ടിൽ വരും. നിങ്ങൾ കാശ് കൊടുക്കേണ്ടി വരും. എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ? ക്ലിനിക്ക് തുടങ്ങാനുള്ള 1 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങളുടെ മകളും മരുമകനും ഒക്കെ പറഞ്ഞു തന്നെ ആ വക്കീൽ അറിഞ്ഞു കാണുമല്ലോ. ചിന്തിക്ക്, ഈ കഥയുടെ പേരാണ് കടുവയെ പിടിച്ച കിടുവ. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനേ, നീ കുഴിച്ച കുഴിയിൽ വീണത് നീ തന്നെ. ആ സ്വാമി, സ്വാമി ഒന്ന് ഇവിടെ വരെ വരണം പെട്ടെന്ന്. ആഹാ, സാറ് സ്മരിച്ചപ്പോഴേക്ക് സ്വാമി പറന്നെത്തിയല്ലോ. ജയശങ്കർ സാറ് വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഞാൻ ഇവിടെ തൊട്ടടുത്തുണ്ടായി. ഓ, അത് പിന്നെ സ്വാമി സാറിന്റെ കയ്യെത്തും ദൂരത്തും കണ്ണെത്തും ദൂരത്തും ഒക്കെ കാണുമെന്ന് എനിക്കറിയില്ലേ. ആ, സ്വാമിയുടെ സാറേ, നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടിരിപ്പുണ്ട്. ചെല്ല്. ആ, അക്ഷര, ഡാഡി പറയും പോലെ സിദ്ധാർത്ഥന്റെ കാര്യത്തില് നമുക്ക് മാറി നിൽക്കാനാവില്ല. ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ സ്വന്തം കരിയറും ജീവനും പോലും പണയം വെച്ച് നമുക്ക് വേണ്ടി നിന്ന ആളാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അക്ഷര.